Hello everyone, once again welcome to A for Education. നമ്മൾ അങ്ങനെ കുറേ PYQs ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡിഫറെൻറ്റ് വീഡിയോസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ആദ്യമേ വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ യൂഷ്വലി 5 ക്വസ്റ്റ്യൻസ് പെർ സെഷൻ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ പെർ വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതേ പാറ്റേണിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് എക്സാമിന് പലതവണ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഡെഫിനറ്റ്ലി നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പറയാം, ഒരു പരിധി വരെയൊക്കെ പറയാം ഇത്ര ക്വസ്റ്റ്യൻസ് ഇന്നതിൽ നിന്നൊക്കെയാണ് വരാറുള്ളതൊക്കെ പറയാം. പക്ഷെ ആദ്യത്തെ ഒരു പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് 2-3 വർഷം മുമ്പുള്ള ഒരു പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ മൊഡ്യൂൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വരാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുറേയൊക്കെ കുറച്ച് സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് എവിടുന്നും എന്തും ചോദിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് NTA ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് മാറിയിട്ടുണ്ട്. സൈക്കോളജിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡിസ്കസ് സർട്ടൻ ടോപ്പിക്സ്. അതായത് നമ്മൾ യൂഷ്വലി അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലാത്ത ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ടി വരും. നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള ടോപ്പിക്സിന് ഒന്നുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സ്ചർ ഓഫ് ദാറ്റ്, നമ്മൾ ഒരുപാട് അങ്ങ് ഡിസ്കസ് ചെയ്യാത്തതും എന്നാൽ ഡിസ്കസ് ചെയ്യുന്നതുമായിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒരു മിക്സ്ചർ ഓഫ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഫ്റ്റസ് ആൻഡ് പിക്രലിന്റെ ഒരു സ്റ്റഡിയെ കുറിച്ചാണ്. ഓക്കെ, ലോഫ്റ്റസ് ആൻഡ് പിക്രലിന്റെ 1995 ഒരു സ്റ്റഡിയെ കുറിച്ചാണ്. ഈ ലോഫ്റ്റസും പിക്രലും കുറച്ച് പാർട്ടിസിപ്പൻസിനോട് അവരുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ റീകോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പം അവരുടെ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ അതിനെക്കുറിച്ച്, അതായത് എൻ ഇവന്റ് വിച്ച് വാസ് ആക്ച്വലി ഫിക്ചേഴ്സ്, അവരുടെ ജീവിതത്തിൽ നടക്കാത്ത എന്നാൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തീർക്കുന്ന രീതിയിലുള്ള ഒരു ഇവന്റിനെ കുറിച്ച് അവരോട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോഫ്റ്റസ് ആൻഡ് പിക്രൽ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ സമയത്ത് ഏകദേശം 1/3 ഓഫ് ദ പാർട്ടിസിപ്പൻസ്, അതായത് 1/3 പാർട്ടിസിപ്പൻസും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത എന്നാൽ നടന്നിട്ടുണ്ട് എന്ന് അവർ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു ഫിക്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരു ഇവന്റിനെ കുറിച്ച് നല്ല രീതിയിൽ വളരെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി എന്നുള്ളതാണ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിനോമിനെ എന്താണ് വിളിക്കുക? ഐ വിറ്റ്നസ് ടെസ്റ്റിമണി എന്നാണോ, ഫോൾസ് മെമ്മറി എന്നാണോ, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്നാണോ, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും 2-3 ഓപ്ഷൻസ് ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമാണോ? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, സോ ലോഫ്റ്റസ് ആൻഡ് പിക്രൽ 1995 പാർട്ടിസിപ്പൻസിനോട് എന്ത് ചെയ്തു? ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾ ആലോചിക്കാനും അതിനെക്കുറിച്ച് റൈറ്റ് ഡൗൺ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ റൈറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവരുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആക്ച്വലി നടന്ന പോലെ ആളുകൾ എഴുതി. എല്ലാവരും എന്നല്ല, 1/3 ഓഫ് ദ പാർട്ടിസിപ്പൻസ്. സോ ദിസ് ഈസ് ആക്ച്വലി ഫോൾസ് മെമ്മറി. ഓക്കെ, അതായത് B ഓൺലി ആണ് ഇവിടെ വരിക. ഫോൾസ് മെമ്മറിയെ കുറിച്ചുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ ഒരു ലോഫ്റ്റസ് ആൻഡ് പിക്രലിന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് റീകോളിംഗ് ഇവന്റ്സ് ഓർ എക്സ്പീരിയൻസസ് ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഹാപ്പൻ. അതായത് നിങ്ങളോട് ഞാൻ നിങ്ങളെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു, ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആക്ച്വലി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അന്ന് അങ്ങനെ പറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു കഥ അങ്ങ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോൾസ് മെമ്മറി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ദേ ട്രൈ ടു എസ്റ്റാബ്ലിഷ്. ഓക്കെ, ഇൻഡിവിജ്വൽസ് ജീവിതത്തിൽ നടക്കാത്ത സംഭവങ്ങളെ കുറിച്ച് റീകോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഐ വിറ്റ്നസ് മെമ്മറി, ഫ്ലാഷ് ബൾബ് മെമ്മറി ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. തീർച്ചയായിട്ടും ഐ വിറ്റ്നസ് മെമ്മറി ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ്. സംതിങ് ദാറ്റ് വി ഹാവ് ആക്ച്വലി വിറ്റ്നസ്ഡ് ആണ്. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസ് ആയിട്ടുള്ള മെമ്മറീസ് ആണ്. നമ്മൾ ഇമോഷണൽ ഇവന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെമ്മറീസ് ആണ്. ട്രോമാറ്റിക് ഒക്കെ ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മെമ്മറീസ് ആണ്. ഇനി ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ ഓട്ടോബയോഗ്രഫിക്കൽ ആത്മപരമായിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസുകളുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറിയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നുള്ളത്. സോ ഇവിടെ ഡെഫിനറ്റ്ലി ആൻസർ വരിക ഫോൾസ് മെമ്മറി ആണ്. ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. എന്തിന്? ലോഫ്റ്റസ് ആൻഡ് പിക്രലിന്റെ സ്റ്റഡി ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഹൗ ഫാൾസ് മെമ്മറീസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽസ് ത്രൂ സജസ്റ്റീവ് ടെക്നിക്സ് എന്നുള്ളതാണ്. സജഷൻസിലൂടെ, സജസ്റ്റീവ് ടെക്നിക്കുകളിലൂടെ എങ്ങനെയൊക്കെ ആളുകളിലെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ലോഫ്റ്റസ് ആൻഡ് പിക്രലിന്റെ സ്റ്റഡി എന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഇതാണ്: പ്രൊജക്റ്റീവ് മെഷറുകൾ, പെർട്ടിക്കുലർലി ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റുകൾ, അതിൽ ഏത് ഇൻഡെക്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പ്രൊജക്റ്റീവ് മെഷേഴ്സ് എസ്പെഷ്യലി ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റുകളിൽ ഏത് ഇൻഡെക്സ് ആണ് വരുന്നത്? നോവൽറ്റി കണ്ടെക്സ്റ്റ് ഓഫ്
ക്രിയേറ്റിവിറ്റി, മീനിങ് കണ്ടെക്സ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഡൊമൈൻ സ്പെസിഫിക് ക്രിയേറ്റിവിറ്റി, ജനറൽ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ. ഇതിലേതായിരിക്കും ഈ പറയപ്പെടുന്ന പർട്ടിക്കുലർലി ഇൻഗ്ലോ ടെസ്റ്റുകളിലൊക്കെ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെഷേഴ്സിലൊക്കെ വരുന്നത്? ഏത് ഇൻഡെക്സിനെ ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇവിടെ തീർച്ചയായിട്ടും മീനിങ് കണ്ടെക്സ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻഗ്ലോ ടെസ്റ്റുകൾ പോലെയുള്ള പ്രൊജക്റ്റീവ് മെഷേഴ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ എയിം ടു ഇൻഡെക്സ് ദ മീനിങ് കണ്ടെക്സ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പ്രൊജക്റ്റീവ് മെഷേഴ്സ് എന്തിനാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ യുണീക്ക് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺസിനെ കുറിച്ച്, അവരുടെ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചൊക്കെ എന്താണ് പിന്നെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഏതിലൂടെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട് പ്രോസസ്, അസോസിയേഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം സോൾവിങ് ക്രിയേറ്റിവിറ്റിയെ കുറിച്ചുള്ള ഇൻസൈറ്റ് കിട്ടണം. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഇൻഗ്ലോട്ട് പ്രൊജക്റ്റീവ് മെഷേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വിതിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ജനറേറ്റിംഗ് മീനിങ് ഫ്രം ആംബിഗസ് സ്റ്റിമുലൈ. ഡെഫിനറ്റ്ലി പ്രൊജക്റ്റീവ് മെഷേഴ്സിൽ ആംബിഗസ് സ്റ്റിമുലൈസ് ഉണ്ടാവും, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മീനിങ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ, വോയറിസ്റ്റിക് ആൻഡ് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് DSM-5? DSM-5 വോയറിസ്റ്റിക് ബിഹേവിയേഴ്സും എക്സിബിഷനിസം ഒക്കെ ഏതിലാണ് വരുന്നത്? സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, പാരാഫിലിക് ഡിസോർഡേഴ്സ്, അതർ കണ്ടീഷൻസ് ദാറ്റ് ഫോക്കസ് ഓൺ ക്ലിനിക്കൽ അറ്റൻഷൻ, ഡിസ്റപ്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് കണ്ടക്ട് ഡിസോർഡേഴ്സ്. ഈസി അല്ലേ, നമുക്ക് പറയാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. പാരാഫിലിക് ഡിസോർഡേഴ്സിലേക്കല്ലേ വരിക? ഡെഫിനറ്റ്ലി പാരാഫിലിക് ഡിസോർഡേഴ്സിലാണ് വോയറിസവും എക്സിബിഷനിസവും വരുന്നത്. വോയറിസം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താണ് നമ്മൾ പറയുമ്പോൾ ഒളിഞ്ഞു നോട്ടം എന്നൊക്കെ പറയാറില്ലേ. ഓക്കെ, സോ ദാറ്റ് ഇസ് വോയറിസം. ഇനി എക്സിബിഷനിസം എന്നുള്ളത് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ, ഫിസിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ബോഡി എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് DSM-5 വരുന്നത്. പാരാഫിലിക് ഡിസോർഡേഴ്സിലാണ്. ഈ പാരാഫിലിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസ് ആൻഡ് പെർസിസ്റ്റന്റ് സെക്ഷൽ ഇൻട്രസ്റ്റ് ദാറ്റ് ആർ അറ്റിപ്പിക്കൽ ഓർ ഡിസ്റ്റർബിംഗ് എന്നുള്ളതാണ്. അറ്റിപ്പിക്കൽ ആയിട്ടുള്ള അഥവാ നോർമൽ അല്ലാത്ത, ടിപ്പിക്കൽ അല്ലാത്ത, വളരെ എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള, ഇന്റൻസ് ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റുകൾ, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റുകളാണ് പാരാഫിലിക് ഡിസോർഡേഴ്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫിൽ ഡിസ്ട്രെസ്സും, സിഗ്നിഫിക്കൻ്റ് അല്ല ഡിസ്ട്രെസ്സും, പ്രശ്നങ്ങളും അതല്ലെങ്കിൽ ഇമ്പയർമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന എന്താണ് പെർസിസ്റ്റന്റ് സെക്ഷൽ ഇൻട്രസ്റ്റുകൾ, എറ്റിപ്പിക്കൽ ആൻഡ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് അത് പാരാഫിലിക് ഡിസോർഡർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ എനിവേ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു പാരാഫിലിക്കിൽ പെടുന്നതല്ല, ഇവൻ ദോ സം ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പാരാഫിലിക് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് വോയറിസം, എക്സിബിഷനിസം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറൈസസ് കോഗ്നിറ്റീവ് ഡിസണൻസ്? ഡിസണൻസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഡിസണൻസ് ഓഫൺ ഒക്കേഴ്സ് ഇൻ സിറ്റുവേഷൻസ് ഇൻവോൾവിംഗ് ഫോഴ്സ്ഡ് കംപ്ലൈൻസ് എന്നുള്ളതാണ് ഒന്നാമത്തത്. ഫോഴ്സ്ഡ് കംപ്ലൈൻസ്, ഫോഴ്സ്ഡ് ആയിട്ടുള്ള കംപ്ലൈൻസ് വരുമ്പോഴാണ് ഒന്ന് ഡിസണൻസ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുന്നത് എന്നുള്ളത്. പിന്നെ അറ്റംപ്റ്റ്സ് ടു റിസോൾവ് ഡിസണൻസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഇൻക്രീസ്ഡ് കോർട്ടിക്കൽ ആക്ടിവിറ്റി. അതായത് നമ്മൾ ഡിസണൻസ് കുറയ്ക്കാൻ നോക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോർട്ടിക്കൽ ആക്ടിവിറ്റി, ബ്രെയിനിലെ കോർട്ടിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും എന്നുള്ളത്. ഡിസണൻസ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ഡയറക്ട്ലി ബട്ട് ഓൺലി ബൈ ആഡിങ് കോഗ്നിഷൻസ് ദാറ്റ് ജസ്റ്റിഫൈ അവർ ബിഹേവിയേഴ്സ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഡിസണൻസ് ഈസ് സ്ട്രോങ്ങർ വെൻ വി ഹാവ് ലിറ്റിൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് അവർ ആറ്റിറ്റ്യൂഡ് ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ എന്നുള്ളതാണ്. അത് നമുക്ക് പ്രത്യേകിച്ചൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ബിഹേവിയർ ഉണ്ടെങ്കിൽ ഡിസണൻസ് കൂടുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ആൻസർ? ABC ഓൺലി, ABD ഓൺലി, BCD ഓൺലി, ABC ആൻഡ് D ഓൺലി, അതായത് ഓൾ ഓപ്ഷൻസ്. പറയൂ. യെസ്, ഞാൻ തന്നെ പറയാം. ആൻസർ B ആണ്. A, B ആൻഡ് D ഓൺലി ആണ് ആൻസർ വരുന്നത്. ഡെഫിനറ്റ്ലി ഡിസോണൻസ് യൂഷ്വലി ഒക്കർ ചെയ്യുന്നത് ഫോഴ്സ്ഡ് കംപ്ലൈൻസ് വരുന്ന സിറ്റുവേഷനിലാണ്. നിർബന്ധിതമായിട്ട് നമുക്ക് നമ്മളുടെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ബിഹേവിയർ, നമ്മളെ ആറ്റിറ്റ്യൂഡിനെതിരെയുള്ള ഒരു ബിഹേവിയർ കാണിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കോഗ്നിറ്റീവ് ഡിസൊണൻസ് ഉണ്ടാവും, അല്ലേ? സോ കോഗ്നിറ്റീവ് ഡിസൊണൻസ് ഓഫൺ ഒക്കേഴ്സ് ഇൻ സിറ്റുവേഷൻസ് ഇൻവോൾവിംഗ് ഫോഴ്സ്ഡ് കംപ്ലൈൻസ് എന്നുള്ളതാണ്. Okay, dissonance often arises when individuals engage in behaviors that are inconsistent with our attitudes or beliefs. Dissonance അപ്പോൾ ഉണ്ടാവുക നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിനും എതിരെയുള്ള ബിഹേവിയേഴ്സിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിസണൻസ് ഉണ്ടാവുക. ആൻഡ് വൺ റീസൺ ഫോർ ഡിസണൻസ് ഈസ് ഫോഴ്സ്ഡ് കംപ്ലൈൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ബി, അറ്റംപ്റ്റ് ടു റിസോൾവ് ഡിസണൻസ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ഇൻക്രീസ്ഡ് കോർട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഇത് കുറച്ചൊരു ഫിസിയോളജിക്കൽ ആസ്പെക്ട് ആണ്. അതായത് നമ്മൾ കോഗ്നിറ്റീവ് ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കോർട്ടിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവും അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, റിസർച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കോഗ്നിറ്റീവ് ഡിസോണൻസ് കുറയ്ക്കുമ്പോൾ അത് നമ്മളുടെ കോർട്ടിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻക്രീസ് വരുന്ന ആ ഒരു അസോസിയേഷൻ, കോർട്ടിക്കൽ ആക്ടിവിറ്റി ആൻഡ് കോഗ്നിറ്റീവ് ഡിസോണൻസ് റെസൊല്യൂഷൻ എന്താണ് അസോസിയേറ്റഡ് ആണെന്ന് റിസർച്ച് പറയുന്നുണ്ട്. ഓക്കെ, ആസ് ദ ബ്രെയിൻ പ്രോസസ് ഡിസ്കംഫർട്ട് അസോസിയേറ്റഡ് വിത്ത് കോൺഫ്ലിക്റ്റിംഗ് ബിലീഫ്സ് ഓർ ആക്ഷൻസ്, അതായത് നമ്മളുടെ ബ്രെയിൻ ആ ഒരു എക്സ്ട്രീം ഡിസ്കംഫർട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിസോണൻസിൽ ഉണ്ടാവുന്നു. അതുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് ആ ഡീൽ ചെയ്യുന്ന സമയത്ത് കോർട്ടിക്കൽ ആക്ടിവിറ്റി കൂടുന്നു എന്നാണ് പറയുന്നത്. സോ ഇനി ഡി ഓപ്ഷൻ ആണ് ഇതിലുള്ളത്. ഡിസോണൻസ് is stronger when we have little justification for our attitude inconsistent behavior എന്നുള്ളത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയറിന്, നമ്മളെ കോഗ്നിറ്റീവ് ഡിസോണൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്ത ബിഹേവിയറിന് നമുക്ക് പ്രത്യേകിച്ച് ന്യായമൊന്നും പറയാനില്ല, ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കോഗ്നിറ്റീവ് ഡിസോണൻസ് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഫീലിംഗ്, ആ ഒരു ഡിസ്റ്റർബൻസ് കൂടുമെന്നുള്ളതിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആ ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് തന്നെ പറയാം. അത് എൻറ്റയർലി ആക്യുറേറ്റ് അല്ല. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസോണൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്രൈബ് ദ ടേം ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി? ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പീപ്പിൾ ഹെൽപ്പ് അതേഴ്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദർ ഇമോഷണൽ ഡിസ്കംഫർട്ട്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് വിറ്റ്നസ് ടു എൻ എമർജൻസി, ദ ലെസ് ലൈക്ലി ദ വിക്ടിംസ് ആർ ടു റിസീവ് ഹെൽപ്പ്. Helping others is a means of increasing one's own status and reputation. Pro-social acts are motivated solely by the desire to help someone in need. Okay, someone in need ഉള്ള, അതായത് ആവശ്യമുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമാണ് അതിൻ്റെ ഒരു മോട്ടീവ് എന്നുള്ളതാണ് പ്രോസോഷ്യൽ ആക്ടിൻ്റെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇതിലേതാണ്? പെർട്ടിക്കുലർലി കമ്പാരേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഡെഫിനറ്റ്ലി അതിൻ്റെ ആൻസർ വരിക. എന്താണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി? ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിന ആണ് ഡെഫിനറ്റ്ലി. വേർ ഇൻഡിവിജ്വൽസ് ആർ ലെസ് ലൈക്ലി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഹെൽപ്പിംഗ് or intervening in an emergency situation where there are other people present എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ചുറ്റുമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിലുള്ള വിക്ടിമിന് ഹെൽപ്പ് കൊടുക്കാനുള്ള സാധ്യത കുറയുമെന്ന് പറയുന്നതാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. കാരണം അവരുടെ ഷെയർഡ് ഫീലിങ്സ് ഉണ്ടാവുന്ന പറയാം. അതായത് ഷെയർഡ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുന്നതുകൊണ്ട് അവിടെ ആക്ച്വലി അവിടെയുള്ള വിക്ടിമിന് കുറേ ആളുകൾ കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരുമെന്നുള്ളതാണ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്തായാലും ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ നമ്മുടെ ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സോഷ്യൽ സൈക്കോളജി ആണ്, ആൻഡ് ഡിസോണൻസും സോഷ്യൽ സൈക്കോളജി ആണ് വരുന്നത്. പിന്നെ പാരാഫിലിക് ഡിസോർഡേഴ്സ് നമ്മളെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്രിയേറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ലോഫ്റ്റേഴ്സ് ആൻഡ് പിക്കറിന്റെ നമ്മളെ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗിലുള്ളതാണ് അല്ലേ. അപ്പോൾ കുറച്ച് ആസ്പെക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.